തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായി സൗഭാഗ്യവും സൗന്ദര്യവും അനുഗ്രഹിച്ചവരായിരിക്കും. വാക്കുകളിലും പ്രവൃത്തികളിലും ഇവർ തികഞ്ഞ കുലീനത പുലർത്തിപ്പോരുന്നു. ആകൃതിയിലും ഈ സ്ഥിതിവിശേഷം ഇവരിൽ കാണാൻ കഴിയും. ജീവിത പരിപാടികൾ ഓരോന്നിലും ഇവർക്ക് ഒരടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും. ശുചീകരണ വിഷയത്തിൽ ഇവർ കഴിയുന്നത്ര നിഷ്കർഷ പുലർത്തുന്നു. ആരുതന്നെ ആയിരുന്നാലും സമയമോ സന്ദർഭമോ നോക്കാതെ വൃത്തിഹീനതയോ ഇവരുടെ മനസ്സിനിണങ്ങാത്ത കാര്യമോ കണ്ടാൽ ഉടനടി ഇവർ കുറ്റം പറയും. അന്യ ആളുകളുടെ കഷ്ടപ്പാടുകളിൽ അനുകമ്പയുള്ളവരായ ഇവർ കഴിവുള്ളത്ര പരസഹായം ചെയ്യുന്നവരായിരിക്കും. സുഖമായ ഭക്ഷണരീതിയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർ ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിൽ ഇഷ്ടമുള്ളവരായി കാണപ്പെടുന്നത്. പൂജ്യന്മാരെ പൂജിക്കുന്നതിലും ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലും ഇവർ മുൻപന്തിയിൽ നിൽക്കും. തിരുവോണം നാളുകാരിൽ ചിലർ പൊക്കം കുറഞ്ഞവരായി കാണപ്പെടുന്നു. അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായും ഇവരിൽ ചിലരെ കാണുവാൻ കഴിയും. ചിലർ വിശാലമായ മാറിടത്തോടും മുഖത്തു മറുകടയാളമുള്ളവരായും കാണപ്പെടും. ചിലർക്ക് മറുകടയാളം അവരുടെ തോളിലായിരിക്കും. ഇവർ സത്യത്തെ ബഹുമാനിക്കുന്നവരും വ്യാജം പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും നിന്ന് കഴിവതും ഒഴിയുന്നവരുമായിരിക്കും. ഈ നാളുകാർക്ക് തങ്ങൾ സഹായിക്കുന്നവരിൽ നിന്നും തങ്ങളുമായി സഹവർത്തിത്വം പുലർത്തുന്നവരിൽ നിന്നും കിട്ടുന്നത് കേവലം തിക്തങ്ങളായ അനുഭവങ്ങളായിരിക്കും. പലപ്പോഴും ഇത്തരം ആളുകളാൽ ഇവർ കബളിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇതൊരു കബളിപ്പിക്കലായി ഇവർ കണക്കാക്കാറില്ല. എന്തെന്നാൽ ഇവരുടെ ധാർമ്മിക ബുദ്ധി മോഷ്ടാക്കളെ പോലും നീതീകരിക്കാൻ പോരുന്നതായിരിക്കും. ശാന്തമായ ഇവരുടെ സ്വഭാവവും സൗമ്യമായ മുഖഭാവവും ഇവരെ ജനഹൃദയങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിവുറ്റതായിരിക്കും. ഇവരുടെ ചിരിക്ക് തന്നെ ഒരു പ്രത്യേക വശ്യതയുണ്ട്. അടുത്ത് പരിചയപ്പെടുന്നവർക്ക് ഇവരെ വിട്ടുപിരിയാനോ മറക്കാനോ സാധിക്കുന്നില്ല. പൊതുജനങ്ങളുടെ സ്നേഹവിശ്വാസങ്ങൾ സമ്പാദിക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നു. ജീവിതത്തിൽ അനുക്രമമായ പുരോഗതിയോ അതുപോലെ തന്നെ അധപ്പതനമോ ഇവർക്കുണ്ടാകുന്നതല്ല. തന്നിമിത്തം ഇവരുടെ ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ഒരു അസാധാരണത്വം കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചാൽ അതിൽ കുറെ വിജയവും നല്ല സ്ഥാനവും കരസ്ഥമാക്കാൻ ഇവർക്ക് കഴിയുമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ അധപ്പതന ചുഴിയിൽ വീണ്ടും താണു പോവുകയെന്നതും ഇവർക്ക് സാധാരണ സംഭവിച്ചു വരുന്നു. ഇത്തരം ദുസ്ഥിതിയിൽപ്പെട്ട് നിരാശപ്പെടുമ്പോൾ കാണാം യാദൃശ്ചിക സംഭവങ്ങളിൽ കൂടിയുള്ള സഹായവും അവയിൽ കൂടി പുരോഗതിക്കുള്ള മാർഗവും ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏതവസ്ഥയിലും ഇവർ സത്യധർമാദികളെ കൈവിടാത്തവരും തികഞ്ഞ ഈശ്വരാധീനമുള്ളവരുമായിരിക്കും. തിരുവോണം നാളുകാർ വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ പോലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും മുൻപന്മാരായിരിക്കും. മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. മധ്യസ്ഥം വഹിക്കുക, വിവാദ വിഷയങ്ങൾ തീരുമാനിക്കുക, ദുർഘടങ്ങളായ പ്രശ്നങ്ങളിൽ അവയ്ക്ക് പോംവഴി കണ്ടുപിടിക്കുക മുതലായ കാര്യങ്ങളിൽ ഇവർ പ്രശംസനീയങ്ങളായ കഴിവ് പുലർത്തുന്നവരായിരിക്കും. ഔദ്യോഗിക സ്ഥാനങ്ങളിലിരുന്ന് വലിയ സ്ഥാനമാനങ്ങൾ സമ്പാദിക്കുവാൻ ഇവർക്ക് അത്ര തന്നെ താല്പര്യമുണ്ടായെന്ന് വരുന്നതല്ല. എങ്കിലും അധികാര സ്ഥാനങ്ങൾ ലഭിച്ചാൽ അതിൽ വളരെയേറെ ശോഭിക്കാൻ ഇവർക്ക് കഴിയും. അത്തരം സ്ഥാനങ്ങൾ ലഭിച്ചാൽ ഇവർക്ക് തങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്നതോ ദാസ്യവൃത്തിക്ക് കാരണമാകുന്നതോ ആയ കാര്യങ്ങൾ വന്നു കൂടുമ്പോൾ ഇവരുടെ നില പൊതുവെ മാറിപ്പോകും. ഇത്തരം വിധേയഭാവത്തിന് ഇവർ കടുകിട പോലും വഴങ്ങുന്നവരായിരിക്കേയില്ല. തിരുവോണം നാളുകാർക്ക് പലവിധ ഭാരങ്ങളും ചുമതലകളും വഹിക്കേണ്ടി വരുന്നു. തന്നിമിത്തം ഇവരുടെ കഴിവിനൊത്ത വിധം സാമ്പത്തികമായ ഉയർച്ച കിട്ടുവാൻ സാധിക്കാതെ വരുന്നു. നിർബന്ധശീലവും വൈരാഗ്യബുദ്ധിയും കുറവല്ലാത്ത ഇവരെ പരോപദ്രവ ബുദ്ധി ലവലേശം തീണ്ടുകയില്ല. എതിർപ്പുകളോ വിമർശനങ്ങളോ ആരിൽ നിന്നുണ്ടായാലും അവരോട് ദൈവം ചോദിച്ചു കൊള്ളട്ടെ എന്ന് കരുതി ഇവർ ക്ഷമിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്നു. ഇവരിൽ സാധാരണമായി ഒരു ഗർവ മനോഭാവം കാണാനുണ്ടാകും. അത് ബാഹ്യമായ പ്രതീതി മാത്രമാണ്. ഇവരോട് അടുത്തു പെരുമാറിയാൽ വെറും ശുദ്ധാത്മാക്കളാണെന്ന് കാണുവാൻ പ്രയാസമില്ല. സൗഭാഗ്യപൂർണമായ ദാമ്പത്യബന്ധം കൊണ്ട് ഇവർ അനുഗ്രഹീതരായിരിക്കും. ഇവരുടെ ഭാര്യമാർ ഗൃഹഭരണ കുശലതയുള്ളവരും ലളിത ഹൃദയങ്ങളുമായിരിക്കും. തിരുവോണം നാളുകാർ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. അഗമ്യകളായ സ്ത്രീകളുമായുള്ള ബന്ധത്തിനും സ്ത്രീ വിഷയത്തിനും അനാശാസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഇടയാകത്തക്ക ചിത്തവൃത്തികൾക്ക് ഇവർ പെട്ടെന്ന് പ്രേരിതരാകാവുന്നതാണ്.
ധാതുക്ഷീണം കൊണ്ടുള്ള രോഗങ്ങളും നീർദോഷവും കൂടെ ഇവരെ ഉപദ്രവിക്കും. സാമാന്യേന 30 വയസ്സുവരെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഈ നാളുകാർക്കുണ്ടാകും. അതുവരെ ശരിയായ ഒരു ജീവിത പന്ഥാവിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയുന്നില്ല. 30-46 വയസ്സുകൾക്കിടയിൽ സമ്മിശ്രമായ അനുഭവകാലമായിരിക്കും. 64 മേൽ ഇവർക്ക് വലിയ പുരോഗതി കണ്ടുവരുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പറയപ്പെട്ട ഫലങ്ങളിൽ അധികവും യോജിച്ചിരിക്കും. സ്ത്രീകൾ ആദ്യമായി ഋതുവാകുന്നത് ഈ നാളിലായാൽ സന്താനഭാഗ്യമുണ്ടാകും. സൗന്ദര്യവും കലാബോധവും ഇവരിലുണ്ടാകും. കുടുംബത്തിനും ഇവർ അലങ്കാരമായിരിക്കും. സത്യവും സന്തോഷവും തികവുറ്റ ഒരു അന്ധകരണമായിരിക്കും ഇവർക്കുള്ളത്. ദാനധർമ്മത്തിലും പരോപകാരത്തിലും ഇവർ അനാദൃശ്യകളായിരിക്കും. പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റു മംഗളകർമ്മങ്ങൾക്കുമെല്ലാം ഈ നക്ഷത്രം കൊള്ളാം. ദശാനാഥൻ ചന്ദ്രനാണ് 5 വർഷം. ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19, ബുധൻ 17, കേതു 7. ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കണം. പ്രതികൂല നക്ഷത്രങ്ങൾ: ചതയം, ഉത്രിട്ടാതി, അശ്വതി, മകം, പൂരം, ഉത്രം, ആദ്യപാദം പ്രതികൂല നക്ഷത്രങ്ങൾ. തിരുവോണ നക്ഷത്ര ജാതകന് 1-ാമത്തെ വയസ്സിലും 4-ലും ശ്വാസവികാരത്താലും 13-ൽ മൃഗത്താലും 21-ൽ വയറ്റുനോവാലും 22-ൽ സ്ത്രീകളാലും 30-ൽ കരപ്പൻ തുടങ്ങിയ ത്വക്ക് രോഗങ്ങളാലും 36-ൽ നേത്രരോഗത്താലും അല്ലെങ്കിൽ ആയുധത്താലും 47-ൽ വയറ്റുനോവാലും 55-ൽ പകർച്ചവ്യാധികളാലും 65-ൽ കഫകോപത്താലും അരിഷ്ടതകൾ ഉണ്ടാകും. ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം 85-ാമത്തെ വയസ്സിൽ ധനുമാസം അപരപക്ഷവും പ്രഥമയും തിങ്കളാഴ്ചയും കൂടിയ ദിവസം ഉദിച്ച 7 നാഴികയ്ക്ക് കഫകോപത്താലും ശ്വാസവിമിഷ്ടത്താലും ആപത്ത് സംഭവിക്കും. രാഹു, ശനി, കേതു ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. തിരുവോണം, രോഹിണി, അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാകാര്യങ്ങളും നടത്തുക. നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുക. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ ദുർഗാദേവി ഭജനവും പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളി ഭജനവും നടത്തുന്നത് ഉത്തമം. പൗർണമി ദിനത്തിൽ ദുർഗാപൂജയും അമാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജയും നടത്താം. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. ശനിയാഴ്ച വ്രതം, ശാസ്താഭജനം, ശനീശ്വര പൂജ, അന്നദാനം തുടങ്ങിയവ തിരുവോണം നാളിൽ നടത്താം. വെളുപ്പ്, കറുപ്പ് നിറങ്ങൾ അനുകൂലം.